മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, നജീബ് എന്ന കേന്ദ്ര കഥാപാത്രം ഏത് നോവലിലാണ്? ഓപ്ഷൻ എ ആരാചാർ, ഓപ്ഷൻ ബി ആടുജീവിതം, ഓപ്ഷൻ സി ഖസാക്കിന്റെ ഇതിഹാസം, ഓപ്ഷൻ ഡി മതിലുകൾ. നജീബ് എന്ന കേന്ദ്ര കഥാപാത്രം ഏത് നോവലിലേതാണ്? നജീബ് എന്ന കഥാപാത്രം ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രമാണ്. ആരാചാർ എന്ന KR മീരയുടെ നോവലിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ചേതനയാണ്, ചേതന ഗൃത മല്ലിക്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമാണ് രവി. മതിലുകൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ബഷീർ തന്നെയാണ്. ആരാചാർ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് KR മീരയാണ്. ആടുജീവിതം ബെന്യാമിന്റെ നോവലാണ്. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയിട്ടുള്ളത് OV വിജയനാണ്. മതിലുകൾ ബഷീർ എഴുതിയിട്ടുള്ള നോവലാണ്. അടുത്ത ചോദ്യം, പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനം ഏത് നാടകത്തിലേതാണ്? ഓപ്ഷൻ എ പാട്ടബാക്കി, ഓപ്ഷൻ ബി സാകേതം, ഓപ്ഷൻ സി അശ്വമേധം, ഓപ്ഷൻ ഡി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അശ്വമേധം എന്ന നാടകത്തിലെ ഗാനമാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്നുള്ളത്. കുഷ്ഠരോഗികളുടെ ജീവിത ദുരന്തത്തെ ചിത്രീകരിക്കുന്ന ഒരു നാടകമായിരുന്നു അശ്വമേധം എന്നുള്ളത്. പാട്ടബാക്കി എന്ന നാടകം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ്. K. ദാമോദരൻ എഴുതിയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി. സാകേതം എന്നുള്ളത് CN ശ്രീകണ്ഠൻ നായർ എഴുതിയിട്ടുള്ള CN ശ്രീകണ്ഠൻ നായർ എഴുതിയിട്ടുള്ള നാടകമാണ് സാകേതം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നത് തോപ്പിൽ ബാസി രചിച്ചിട്ടുള്ള നാടകമാണ്. അശ്വമേധം എന്ന നാടകത്തിന്റെ രചയിതാവും തോപ്പിൽ ബാസി തന്നെയാണ്. അശ്വമേധം എന്ന നാടകത്തിന്റെ രചയിതാവും തോപ്പിൽ ബാസി തന്നെയാണ്. പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനം എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. അപ്പം ഈ ചോദ്യങ്ങളുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തു വയ്ക്കുക. പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനം ഏത് നാടകത്തിലേതാണ് എന്ന് ചോദിച്ചാൽ അശ്വമേധം എന്നതാണ് ഉത്തരം. ഈ നാടകം രചിച്ചിട്ടുള്ളത് തോപ്പിൽ ബാസിയാണ്. ഈ ഗാനം എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. അടുത്ത ചോദ്യം, അനവസരത്തിൽ ആഡംബരം കാണിക്കുന്ന എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? അനവസരത്തിൽ ആഡംബരം കാണിക്കുന്ന എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ തലമറന്ന് എണ്ണ തേക്കുക, ഓപ്ഷൻ ബി അർദ്ധരാത്രിക്ക് കുട പിടിക്കുക, ഓപ്ഷൻ സി ഉർവശി ചമയുക, ഓപ്ഷൻ ഡി നക്ഷത്രം എണ്ണുക. അനവസരത്തിൽ ആഡംബരം കാണിക്കുക ഏതായിരിക്കും യോജിക്കുന്നത്? അർദ്ധരാത്രിയിൽ കുട പിടിക്കുക എന്നുള്ളതാണ് അനവസരത്തിൽ ആഡംബരം കാണിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത്. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു അനവസരമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? അവൻ പതിവായി എന്നും ക്ലാസ്സിൽ വൈകിയാണ് വരുന്നത്. എന്നെ അച്ഛനാണ് മലയാളം പഠിപ്പിച്ചത്. മഴ പെയ്ത കാരണം കൊണ്ട് കൃഷി നശിച്ചു. പരീക്ഷയിൽ ജയിക്കാൻ കുറഞ്ഞത് 20 മാർക്കെങ്കിലും വേണം. ഇതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അവൻ പതിവായി എന്നും ക്ലാസ്സിൽ വൈകിയാണ് വരുന്നത്. എന്നെ അച്ഛനാണ് മലയാളം പഠിപ്പിച്ചത്. മഴ പെയ്ത കാരണം കൊണ്ട് കൃഷി നശിച്ചു. പരീക്ഷയിൽ ജയിക്കാൻ കുറഞ്ഞത് 20 മാർക്കെങ്കിലും വേണം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എന്നെ അച്ഛനാണ് മലയാളം പഠിപ്പിച്ചത്. ബാക്കിയുള്ള വാചകങ്ങൾ എങ്ങനെ തെറ്റാകുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ വാചകം, അവൻ പതിവായി എന്നും ക്ലാസ്സിൽ വൈകിയാണ് വരുന്നത്.
പതിവായി എന്നും ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവൻ പതിവായി ക്ലാസ്സിൽ വൈകിയാണ് വരുന്നത്, അല്ലെങ്കിൽ അവൻ എന്നും ക്ലാസ്സിൽ വൈകിയാണ് വരുന്നത്, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. രണ്ട് വാക്കുകൾ കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ സി നോക്കുക. മഴ പെയ്ത കാരണം കൊണ്ട് കൃഷി നശിച്ചു. മഴ പെയ്ത കാരണം കൊണ്ട് കൃഷി നശിച്ചു. കാരണം കൊണ്ട്, മഴ പെയ്ത കാരണം കൃഷി നശിച്ചു, അല്ലെങ്കിൽ മഴ പെയ്തത് കൊണ്ട് കൃഷി നശിച്ചു, അത് മാത്രമേ വാചകത്തിൽ ആവശ്യമുള്ളൂ. ഈ കാരണം കൊണ്ട് എന്നുള്ളത് ഒന്നിച്ച് വേണ്ട. പരീക്ഷയിൽ ജയിക്കാൻ കുറഞ്ഞത് 20 മാർക്കെങ്കിലും വേണം. പരീക്ഷയിൽ ജയിക്കാൻ കുറഞ്ഞത് 20 മാർക്കെങ്കിലും വേണം. കുറഞ്ഞത് എങ്കിലും, ഈ രണ്ട് വാക്കുകളും ഒന്നിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയിൽ ജയിക്കാൻ കുറഞ്ഞത് 20 മാർക്ക് വേണം. പരീക്ഷയിൽ ജയിക്കാൻ 20 മാർക്ക് എങ്കിലും വേണം. അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വാചകം ശരിയായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതരേഖയിൽ ജനന മരണ സൂചന നൽകുന്ന ശീർഷകമായി എഴുതാവുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ, അതിന്റെ കൂടെ തന്നെ ജനന മരണ വർഷവും ഓപ്ഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ 1906, 1994. ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ 1910, 1996. ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ 1909, 1987. ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ 1908, 1994. വൈക്കം മുഹമ്മദ് ബഷീർ ജനനവും മരണവും കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ്. 1908 ജനിച്ചു, 1994 മരിച്ചു. വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് 1908 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾ ഉൾപ്പെടുന്ന കൂട്ടം ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾ ഉൾപ്പെടുന്ന കൂട്ടം ഏതാണ്? ഓപ്ഷൻ എ ശിങ്കിടി മുങ്കൻ, മരണത്തിന്റെ നേരിൽ, വിശ്വവിഘാതമായ മൂക്ക്. ഓപ്ഷൻ ബി ദേവി ഗ്രാമം, ദൈവം സ്വർഗത്തിൽ, വേതാള കഥകൾ. ഓപ്ഷൻ സി ഇന്ത്യ എന്ന വികാരം, മുഖമെവിടെ, ഉത്തരായനം. ഓപ്ഷൻ ഡി സർപ്പയജ്ഞം, ആവേ മരിയ, മോഹമഞ്ഞ. ഇതിൽ ഏതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾ ഉൾപ്പെടുന്ന വിഭാഗം? ആദ്യത്തേതാണ് ഓപ്ഷൻ എ ശിങ്കിടി മുങ്കൻ, മരണത്തിന്റെ നേരിൽ, വിശ്വവിഘാതമായ മൂക്ക്. ഇവ മൂന്നും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളാണ്. സർപ്പയജ്ഞം, ആവേ മരിയ, മോഹമഞ്ഞ എന്നൊക്കെ പറയുന്നത് KR മീരയുടെ ചെറുകഥകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്റെ പെറ്റമ്മ, തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഇവ ആരുടെ വരികളാണ്? ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ. ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഓപ്ഷൻ സി കുമാരനാശാൻ. ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്റെ പെറ്റമ്മ, തൻ ഭാഷ താൻ എന്നത് വളരെ പ്രധാനപ്പെട്ട വരികളാണ്. അദ്ദേഹം സാഹിത്യമഞ്ജരിയിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. താഴെ നൽകിയിരിക്കുന്നവയിൽ SK പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യ കൃതികളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ കാപ്പിരികളുടെ നാട്ടിൽ. ഓപ്ഷൻ ബി ആഫ്രിക്കൻ ഡയറി. ഓപ്ഷൻ സി ഹൈമവധഭൂവിൽ. ഓപ്ഷൻ ഡി നൈൽ ഡയറി. SK പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യ കൃതികളിൽ പെടാത്തതേത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഹൈമവധഭൂവിൽ. MP വീരേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹൈമവധഭൂവിൽ. അപ്പോൾ ഓർക്കുക, ഹൈമവധഭൂവിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതി എഴുതിയിട്ടുള്ളത് MP വീരേന്ദ്രകുമാറാണ്. കാപ്പിരികളുടെ നാട്ടിൽ, ആഫ്രിക്കൻ ഡയറി, നൈൽ ഡയറി, സിംഹഭൂമി, ബാലിദ്വീപ് ഇതൊക്കെ SK പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യ കൃതികളാണ്. അടുത്ത ചോദ്യം. ഒളപ്പമണ്ണയുടെ യഥാർത്ഥ പേര് എന്ത്? ഓപ്ഷൻ എ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ബി ഒളപ്പമണ്ണ ഋഷികേശൻ നമ്പൂതിരി. ഓപ്ഷൻ സി ഒളപ്പമണ്ണ
മാധവൻ നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ഡി ഒളപ്പമണ്ണ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണയുടെ യഥാർത്ഥ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ്.